അപ്പോൾ ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആ ചാപ്റ്ററിലെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, പ്രോബബിലിറ്റി കാണാനായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മളിടുന്ന ഡോട്ട് ഈ ഗ്രീൻ ഷെയ്ഡഡ് റീജിയനിലാവാനുള്ള പ്രോബബിലിറ്റി. അപ്പം അതിന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നത് എന്ത് ചെയ്യും? ടോട്ടൽ ഏരിയ താഴെ എന്തെടുക്കും? ടോട്ടൽ ഏരിയ. ടോട്ടൽ ആ ഫിഗറിൻ്റെ ഏരിയ എത്ര ഉണ്ട്? മുകളിൽ നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ അല്ലേ? ഗ്രീൻ ഷെയ്ഡഡ് ഗ്രീൻ ഷെയ്ഡഡ് ഏരിയ, ഈ ഒരു റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബബിലിറ്റി കിട്ടും. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഫിഗറിൽ നമ്മുടെ ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഹെക്സഗൺ ആണ്. അപ്പോൾ മുകളിൽ ആര് വരും? ഹെക്സഗൻ്റെ ഏരിയ. താഴെ എന്ത് വരും? ടോട്ടൽ എല്ലാത്തിൻ്റെയും കൂടി ഏരിയ അല്ലേ? ടോട്ടൽ ഈ ഫിഗറിൻ്റെ ഏരിയ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടൂല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഹെക്സഗൺ എന്താക്കി ഡിവൈഡ് ചെയ്യാം? 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ അത് ആദ്യം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുക. 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പം നോക്ക്, ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ ഉണ്ട് അല്ലെ? 1 2 3 4 5 6. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? ഇപ്പോൾ എ ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് എങ്കിൽ ഇത്രയും എ ആണെങ്കിൽ ഈ സൈഡ് എ തന്നെ ആയിരിക്കും. അതുപോലെ ഇതും എ തന്നെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? അല്ലെ, ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്ര എണ്ണം വരും? ഇതിൻ്റെ ഉള്ളിൽ 6 എണ്ണം, പിന്നെ പുറത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. പുറത്തൊരു 6 എണ്ണം, ഉള്ളിൽ 6 എണ്ണം ആണോ? 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ പുറത്ത് ആകെയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇൻറ്റു ഏരിയ ഓഫ് 1 സ്മോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആണോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ അല്ലെങ്കിൽ ഹെക്സഗൻ്റെ ഏരിയ എത്ര? ഹെക്സഗൻ്റെ ഉള്ള എത്ര ട്രയാങ്കിൾ ഉണ്ട്? 6. അപ്പോൾ 6 ഇൻറ്റു ഏരിയ ഓഫ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? അല്ലാണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏരിയ ഓഫ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ രണ്ട് പുറത്തുണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുണ്ടാവും? 6/12 എന്നുണ്ടാവും. ഇതിനെ ചെറുതാക്കുന്ന ടൈമിൽ 1/2 വരും. അപ്പോൾ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി 1/2 ആണ് കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ബീങ് ഇൻ ദി ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 1/2 വരും. ക്ലിയർ? ഓക്കെ ആണെന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിളാണ്. ഇതിങ്ങനെ 12 ട്രയാങ്കിൾ ടോട്ടൽ വരുന്നു, ഉള്ളിൽ 6 ട്രയാങ്കിൾ എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ 6/12 എന്ന് എഴുതാം. 1/2 സ്പീഡിൽ കിട്ടും. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നുണ്ട് എ സ്ക്വയർ ഡ്രോൺ വിത്ത് വെർട്ടിസസ് ഓൺ എ സർക്കിൾ അല്ലേ? ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. എങ്ങനെ? ആ സ്ക്വയറിൻ്റെ വേർട്ടിസസ്, മൂലകൾ എന്ന് പറയുന്നത് എവിടെയാണ്? സർക്കിളിൻ്റെ മുകളിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ട് അത് വീഴാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ എഴുതാം? ഒറ്റ ഇക്വേഷൻ എന്ന് ശരിക്ക് പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ അല്ലേ? അവിടെ ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി സർക്കിൾ ആണ് അല്ലേ? നമുക്ക് ആവശ്യമുള്ള ഏരിയ അല്ലെ, റിക്വയർഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഏരിയ ഓഫ് ദി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് വരും ആൻസർ അല്ലേ? ഇനി ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ത് വരും? സപ്പോസ് ഞാൻ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആയിട്ട് എടുത്ത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്വയറിൻ്റെ ഏരിയ എന്ത് വരും? എ സ്ക്വയർ എന്നാവും. ഇനിയിപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി, ഇനി താഴെ ഏരിയ ഓഫ് സർക്കിൾ വേണം. സർക്കിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ ആണ് ഇക്വേഷൻ πr² ആണ്. അതിനുവേണ്ടി നമുക്ക് റേഡിയസ് വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റേഡിയസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇങ്ങനെ ഞാൻ ഒരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ഇതെന്താവും? സർക്കിളിൻ്റെ ഡയാമീറ്റർ ആവും. അതിന് കാരണം എന്താ? നമ്മൾ സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അല്ലെ? സെമി സർക്കിളിലെ ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ വരിക. അപ്പോൾ ഇത് ഡയാമീറ്റർ ആയി മാറും. അതിൽ ഡൗട്ടില്ലല്ലോ.
അപ്പോൾ നമുക്ക് ഡയാമീറ്റർ കിട്ടിയ ഡയാമീറ്റർ നമുക്ക് ഈ സൈഡുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാം. ഇവിടെ എ ആണെങ്കിൽ സ്ക്വയറിന്റെ സൈഡ് ഇതും എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഡയാമീറ്റർ അല്ലെങ്കിൽ എ ബി എന്ന് വിളിക്കുന്നുണ്ട്. എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2a സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ റൂട്ട് 2a. അപ്പോൾ ഡയാമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? റൂട്ട് 2a. അപ്പോൾ ഇതിവിടെ എഴുതുന്നുണ്ട്. ഡയാമീറ്റർ ഈക്വൽ ടു റൂട്ട് 2a. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ത് വരും? റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 2a ബൈ 2 എന്ന് വരും. ക്ലിയർ? ബൈ 2 വരാൻ കാരണം എന്താണ്? ഡയാമീറ്ററിന്റെ പകുതി. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഒരു റൂട്ട് 2നെയും താഴ്ന്ന ഒരു റൂട്ട് 2, അതായത് റൂട്ട് 2a ബൈ 2നെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഒരു റൂട്ട് 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ a ബൈ റൂട്ട് 2 എന്ന് എഴുതാം. ഇതൊരു ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി a ബൈ റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? പൈ ആർ സ്ക്വയർ എന്നാണ്. പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. ഇവിടെ റേഡിയസ് a ബൈ റൂട്ട് 2 അല്ലേ? അപ്പോൾ a ബൈ റൂട്ട് 2ന്റെ സ്ക്വയർ. ക്ലിയർ? ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ക്യാൻസൽ ഉള്ളവർ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ a സ്ക്വയർ ബൈ പൈ ഇൻറ്റു എയുടെ സ്ക്വയർ a സ്ക്വയർ റൂട്ട് 2ന്റെ സ്ക്വയർ 2. ഇതുവരെ ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക? നമുക്ക് a സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവും 1 ബൈ പൈ ബൈ 2 എന്നുണ്ട്. ഇതിനെ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ബൈ പൈ എന്ന് വരും. ഇതാണ് കേട്ടോ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. 2 ബൈ പൈ ആണ് കേട്ടോ ആൻസർ വരിക. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ വന്നിട്ടുണ്ട്? സർക്കിൾ ദാറ്റ് ജസ്റ്റ് ഫിറ്റ് വിത്തിൻ എ സർക്കിൾ. അല്ലെ, നേരത്തെ തന്ന ഫിഗറിന്റെ നേരെ തിരിച്ച്. നേരത്തേൽ എന്തായിരുന്നു? പുറത്ത് സർക്കിളും ഉള്ളിൽ സ്ക്വയറും. ഇവിടെ എന്താണ്? പുറത്ത് സ്ക്വയറും ഉള്ളിൽ സർക്കിളും. അപ്പോൾ ഇവിടെ എന്ത് വരും? പ്രോബബിലിറ്റി കാണാൻ നമുക്ക് റിക്വയർഡ് ഗ്രീൻ ആണ് അല്ലേ? അപ്പോൾ അതെന്ത് വരും? ഏരിയ ഓഫ് സർക്കിൾ മുകളിൽ വരും. താഴെ ആര് വരും? ഏരിയ ഓഫ് സ്ക്വയറും വരും. ഇതാണ് പ്രോബബിലിറ്റി വരിക. ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ സ്ക്വയറിൻ്റെ സൈഡിനെ ഞാൻ എ ആയിട്ട് എടുത്തു. ഇത്രയും ദൂരം എ ആണെങ്കിൽ ഇതെന്താവും ശരിക്കും? ഇത് നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് ഇവിടുന്നേ പറയാം. മുകളിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ എഴുതുന്നില്ല. എ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ. ഇനി അപ്പോൾ ഇത് സ്ക്വയറിൻ്റെ സൈഡാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്താവും? ഡയാമീറ്ററും എ തന്നെ ആയിരിക്കും. അപ്പോൾ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? a ബൈ 2 വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ പറഞ്ഞൂടെ? അതെന്ത് വരും? പൈ ഇൻറ്റു a ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ പൈ ഇൻറ്റു a സ്ക്വയർ ബൈ 4 ബൈ a സ്ക്വയർ എന്ന് വരും. a സ്ക്വയറും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ എന്ത് വരും? പൈ ബൈ 4 എന്ന് വരും. അതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അതോടുകൂടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി സെക്ഷൻ, ഇനി ഒരു സെക്ഷൻ കൂടിയാണുള്ളത് തോന്നുന്നു, പെയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.